എടോ, നമ്മുടെ നാട്ടിലെ മലം ടി വി ഒക്കെ ഗാന്ധിജിക്ക് നേരെ ഇങ്ങനെ തോക്ക് ചൂണ്ടി വെച്ചിട്ടുള്ള 2025 ഗാന്ധിജിയുടെ തലക്ക് നേരെ തോക്ക് ചൂണ്ടി വെച്ചിട്ടുള്ള പോസ്റ്റ് ഇട്ട വാണക്കുറ്റികളാണ് നമ്മുടെ നാട്ടിലെ ജനം ടി വി പോലത്തെ സംഘപരിവാണങ്ങളുടെ മലർ ടി വി. പൊന്നുമാഹിനെ, നീ ഇടക്കിടക്ക് ഇങ്ങനെ രാജ്യദ്രോഹി ആവേണ്ട വല്ല കാര്യമുണ്ടോ? നീ ഇടക്കിടക്ക് പോവും അഫ്ഗാനിസ്ഥാനിലോട്ട്, പലസ്തീനിലോട്ട്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യദ്രോഹികളാണ്. ഈ രാജ്യത്തുള്ള ആളുകളൊന്നും മനുഷ്യന്മാരല്ല. നീ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ്, പ്രത്യേകിച്ച് മുസ്ലിം ആളുകൾ കൂടുതലുള്ള സ്ഥലത്തോട്ടൊക്കെ പോയി കഴിഞ്ഞ് നീ രാജ്യദ്രോഹി ആവും. ഓട്ടോമാറ്റിക്കലി നീ ആയി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ കൊണ്ട് നീ ഒരു നല്ല രാജ്യദ്രോഹിയായി മാറിയിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്, 80ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് നീ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് അവിടുന്ന് തോക്ക് പിടിച്ചിട്ടുള്ള ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിന്നെ രാജ്യദ്രോഹി ആക്കാണ്ടിരിക്കുമോ നമ്മുടെ നാട്ടിലെ സംഘികൾ മാത്രമല്ല, കൃസംഘികൾ മാത്രമല്ല, നല്ല എച്ചിൽ ചെറ്റകൾ വരെ നിന്നെ രാജ്യദ്രോഹിയാക്കുന്ന കാലമാണ് ഇപ്പോൾ. ഭയങ്കര രസകരമായിട്ടുള്ള വീഡിയോ ആണ്, അല്ലെങ്കിൽ മഹീനിട്ട ഒരു പോസ്റ്റിനെ ആസ്പദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് മഹീൻ എന്ത് ചെയ്തു, അങ്ങ് അഫ്ഗാനിസ്ഥാനിലാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് പുള്ളി അവിടെ ചെന്ന സമയത്ത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒരു കാറിൻ്റെ മുമ്പിൽ ഒരു തോക്ക് ഇങ്ങനെ പുറത്തിട്ടിട്ട് ഉള്ളൊരു പോസ്റ്റം കിട്ടും. ഈ പോസ്റ്റം കിട്ടതോടുകൂടി സംഘിയുടെ ആസനം വരെ പൊള്ളി. ഏത് നമ്മുടെ നാട്ടിൽ BJPയുടെ കൊടി വരെ പൊക്കി സ്വാതന്ത്ര്യത്തിന് ജയ് വിളിച്ച സംഘികളാണ് അവിടെ പോയിട്ട്, അല്ലെങ്കിൽ മാഹീൻ ഈ ഒരു ഫോട്ടോ ഇട്ടപ്പോഴേക്കും മൂട് കൊള്ളാൻ തുടങ്ങിയത്. എന്തായാലും ഭയങ്കര കോമഡി ആയി തോന്നിയ കാര്യം കണ്ടപ്പം. അങ്ങനെ ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ മഹീൻ 2 ഫോട്ടോസ് ഇട്ടത്, ഒന്ന് ഈ ഒരു ഫോട്ടോ ആയിരുന്നു, രണ്ടാമതായിട്ട് മഹീൻ ഇട്ട ഫോട്ടോ മറ്റൊരു അതേ തോക്ക് പിടിച്ചിട്ട് വേറൊരു പോസ്റ്റും കൂടാണ് മഹീൻ ഇന്ന് അവിടെ പോയി ഇട്ടത്. ഏതാണെങ്കിൽ ഈ പോസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ സംഘികൾ ഈ ചെത്തല പട്ടികൾ കുറയ്ക്കുന്ന പോലെ ഈ മഹീൻ്റെ ഈ ഇൻബോക്സിലും പ്ലസ് കമൻസിലും വന്ന് കുറയ്ക്കാൻ തുടങ്ങി. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, മഹീൻ ഈ പോസ്റ്റ് ഒന്ന് പ്രൈവറ്റ് ആക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ മഹീനെ മനസ്സിലായി, ഈ മാതിരി ഈ നാട്ടിലെ ഈ എന്താ പറയുക, ഈ ചാണക സംഘികൾക്ക് വേണ്ടിയിട്ട് ഞാനെന്തിനതൊക്കെ മാറ്റുന്നത്. പുള്ളി ആ പോസ്റ്റ് വീണ്ടും എടുത്തിട്ടു. അതാണ് ഏറ്റവും രസം. അതായത് സ്വാതന്ത്ര്യദിനം എന്താണെന്നറിയാത്ത, സ്വാതന്ത്ര്യദിനത്തിൽ ഒരു തരത്തിലും സ്വാതന്ത്ര്യത്തിന് പോകരുതേ, നിങ്ങൾ ഇൻഡിപെൻഡൻസ് എന്താ പറയുക പ്രക്ഷോഭങ്ങൾക്ക് പോകരുതേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു RSS സംഘടന ഇന്ത്യ ഭരിക്കുന്നത് ഇപ്പോൾ അവരാണ്. അതായത് 1925 ഈ സംഘടന ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ പൊന്നു ഹിന്ദു മക്കളെ, നിങ്ങൾ ഈ പറഞ്ഞ സ്വാതന്ത്ര്യദിന സമരത്തിനൊന്നും പോകരുതേ, നിങ്ങൾ പോവുകയാണെങ്കിൽ RSS രാജിവെച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ടീംസാണ് ഇതിൽ മൊത്തം ഉള്ളത്. ഈ ടീംസിനെ വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ രാഷ്ട്രപിതാക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാഹചര്യത്തിലാണ് മഹീൻ്റെ ഒരു പോസ്റ്റ് കണ്ടിട്ട് കുരു പൊട്ടിയത്. ആർക്ക്? നമ്മുടെ കപട രാജ്യ സ്നേഹികളായിട്ടുള്ള സംഘ തീവ്രവാദികൾക്ക് സകലത്തിലും. ഏതാണെങ്കിലും മഹീൻ ഇട്ടൊരു പോസ്റ്റിന് ശേഷം അതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ താഴത്ത് വന്നിട്ട് കമൻ്റ് ഇട്ട നല്ല ഊക്കികളെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അത് പ്രത്യേകം കാണേണ്ടതാണ്. നല്ല ഒന്നാന്തരം ഊക്കികളാണ്, നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഏതാണെങ്കിലും മഹീൻ ഇട്ട ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. പഴയ ഫോട്ടോസ് ഒന്നും കയ്യിലില്ലായിരുന്നു. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഒരു തോക്കിൻ്റെതായിട്ടുള്ള ഒരു ചിത്രം ഞാൻ ഇടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുന്നതിന്റെ പ്രധാന കാരണം ആ ഒരു തോക്ക് AK-47 അല്ല. പലരും ഇതുപോലുള്ള തോക്കുകൾ കാണുമ്പോൾ വിചാരിക്കുന്നത് അത് AK-47 ആണെന്ന്. എന്ന തോക്കിന്റെ പേര് കിലിൻകോവ് എന്നാണ്. അതായത് നമ്മുടെ സോവിയറ്റ് ഗണ്ണാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള, വളരെ റെയർ ആയിട്ടുള്ള ഒരു ഗണ്ണാണ്. അപ്പൊ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ഈ കാണുന്ന ഫോട്ടോ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അഫ്ഗാനിൽ ട്രാവൽ ചെയ്തുകൊണ്ട് ഇരുന്ന സമയത്ത് എടുത്ത ചിത്രമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഒരു പോസ്റ്റർ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോസ്റ്റർ ഇട്ടു. അപ്പൊ വീണ്ടും എനിക്കെതിരെ സൈബർ അറ്റാക്കുകൾ ധാരാളം വന്നു. മാനസികമായിട്ട് എനിക്കത് ഒരു വിഷമം ഉണ്ടാക്കി. ഞാൻ ആ പോസ്റ്റ് അർച്ചീവ് ചെയ്തു. കേട്ടല്ലോ നിങ്ങൾ. അതായത് മഹീൻ ആ പോസ്റ്റ് ഇട്ട സമയത്ത് സംഘപരിവാരങ്ങൾ മൊത്തത്തിൽ ഈ പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കാൻ തുടങ്ങി. ഇവന്മാരുടെ കുര അങ്ങ് ഹൈ എൻഡിലോട്ട് എത്തിയ സമയത്ത് മഹീൻ ആ പോസ്റ്റ് എന്ത് ചെയ്തു, ഒന്ന് അർച്ചീവ് ചെയ്തു. അല്ല, സത്യത്തിൽ ഈ ഫ്രണ്ട് ചോദിച്ച പോലെ ഞാനും ചോദിക്കാം, നീ എന്തിനാണ് അത് അർച്ചീവ് ചെയ്തത്? നീ ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്നും പറഞ്ഞിട്ട് നീ എന്തായാലും സംഘികൾക്ക് നേരെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പതാക വെച്ചിട്ട് പതാകക്ക് നേരെ തോക്ക് ചൂണ്ടി, അതല്ലെങ്കിൽ ഇന്ത്യയുടെ പതാകേനെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിനെ മോശമായിട്ട് സംസാരിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടോ. നീ ഒരു തോക്ക് തോളിൽ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ്, ഒരു പിക്ചർ മാത്രമല്ല ഇട്ടത്. നീ എന്തിനാണ് ആ പോസ്റ്റ് നീ റിമൂവ് ചെയ്ത ആ സമയത്ത് എന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എടോ, നമ്മുടെ നാട്ടിലെ മലം ടി വി ഒക്കെ ഗാന്ധിജിക്ക് നേരെ ഇങ്ങനെ തോക്ക് ചൂണ്ടി വെച്ചിട്ടുള്ള 2025 ഗാന്ധിജിയുടെ തലക്ക് നേരെ തോക്ക് ചൂണ്ടി വെച്ചിട്ടുള്ള പോസ്റ്റ് ഇട്ട വാണക്കുറ്റികളാണ് നമ്മുടെ നാട്ടിലെ ജനം TV പോലത്തെ സംഘപരിവാണങ്ങളുടെ മലർ ടി വി. ഈ മലർ ടി വി ഒക്കെ ഇമ്മാതിരി പോസ്റ്റ് ഇട്ട സമയത്ത് അവരൊക്കെ ഇപ്പോഴും ഈ നാട്ടിൽ ഒരു പ്രശ്നമില്ലാണ്ട്, ഏത് സർക്കാർ ഭരിച്ചോട്ടെ, UDF ഭരിച്ചോട്ടെ, ആ സമയത്ത് LDF ഭരിച്ചോട്ടെ, ഇത്രയും വലിയൊരു പോസ്റ്റ് ഇട്ടിട്ട് പോലും ഈ നായിൻ്റെ മക്കൾക്ക് ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഗാന്ധിജിക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് സ്വാതന്ത്ര്യ ദിനാശംസകൾ പറഞ്ഞ വാണക്കുറ്റികളുള്ള നാടാണ് നമ്മുടെ നാട്.
അപ്പോൾ ആ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നീ ഒരു തോക്ക് നിന്റെ എന്താ പറയുക കക്ഷത്തൊരു തോക്ക് വെച്ചിട്ട് നീ ഒരു പോസ്റ്റ് ഇട്ടതിന് നീ എന്തിനാണ് അത് റിമൂവ് ചെയ്തതെന്ന് എനിക്കും ചോദിക്കാനുള്ളത്. പോട്ടെ, ഇനി ഇന്നത്തെ ഈ സംഘക്കുറ്റികളുടെ പോസ്റ്റ് എന്തായിരുന്നു? അതായത് ഷൂ നക്കിയിട്ടുള്ള സവർക്കറുടെ ഫോട്ടോ മുമ്പിൽ സ്വാതന്ത്ര്യ പരേഡുകൾക്കും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ എന്താ പറയുക ഈ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും പങ്കെടുക്കരുതെന്ന് പറഞ്ഞ വെള്ളമീശക്കാരൻ പിന്നിൽ. ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഗാന്ധിജിന്റെ പേരിന് അവിടെ വെച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യം ഗാന്ധിജിനെ വെക്കാണ്ടിരുന്നിട്ടില്ല. ഈ സംഘക്കുറ്റികളുടെ പോസ്റ്റുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നാട്ടിലൊരു പ്രശ്നം നമ്മുടെ നാട്ടിലില്ല. അപ്പം നീ ഒരു തോക്ക് വെച്ചതിനാണോ ഈ നാട്ടിൽ പ്രശ്നം എന്ന് ഞാൻ ആലോചിച്ച് പോയി. ഏതാണെങ്കിലും മഹീൻ ആ പോസ്റ്റ് വീണ്ടും എന്താ പറയുക അക്ഷയൊന്ന് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളതും കൂടെ മഹീൻ തന്നെ പറയുന്നുണ്ട്. അതും കൂടെ കേട്ടിട്ട് ഇതിൻ്റെ താഴത്ത് കമൻ്റ് ഇട്ട വാണക്കുറ്റികളെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കാണും. അപ്പൊ എന്റെ സുഹൃത്ത് മെസ്സേജ് അയച്ചു, മാഹിനെ നീ എന്തിനാണ് അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്? നിന്നെ എനിക്കറിയാം, പക്ഷേ RSSും വേറെ പല ആളുകളും നിന്നെ വേറെ രീതിയിൽ ചിത്രീകരിച്ച് നിനക്ക് പണി തരും. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, ഞാനത് വീണ്ടും പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തതിന്റെ പ്രധാന കാരണം 2022 അഫ്ഗാനിസ്ഥാനിൽ പോയത് മുതൽ എനിക്ക് കിട്ടുന്നതാണ് ഈ സൈബർ അറ്റാക്കുകൾ. 2022 ഇപ്പം 4 വർഷമായി. 4 വർഷമായിട്ട് എന്റെ മാനസികാവസ്ഥയെ അത് വളരെയധികം ബാധിക്കാറുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പോയത് കൊണ്ട് എന്റെ വീട്ടിൽ 3 പ്രാവശ്യം ക്രൈംബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇന്റലിജൻസുകാർ എന്റെ കാര്യങ്ങൾ പലതും അന്വേഷിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ടും അവരെ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ പ്രധാന കാരണം ഞാൻ തീവ്രവാദി അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ആകെ ഞാൻ ഫസ്റ്റ് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തു. അതിന് വേറെ കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നിട്ടും നിങ്ങൾ എന്നെ തീവ്രവാദിയായിട്ട് 4 വർഷം മുമ്പ് വിളിക്കുന്നുണ്ട്. അങ്ങനെ തീവ്രവാദി എന്ന് വിളിക്കുന്നവർക്ക് തീവ്രവാദി എന്ന് തന്നെ വിളിക്കാം. എനിക്ക് അതിലൊരു പ്രശ്നമല്ല. എൻജോയ്. കേട്ടല്ലേ നിങ്ങൾ? അതായത് മഹീൻ ആദ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോയി വന്ന സമയത്ത് തന്നെ ക്രൈംബ്രാഞ്ച്, NIA, ED ഈ സകല സാധനങ്ങളും മഹീൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നരങ്ങി നക്കി തിന്നിട്ടുണ്ട് എന്നാണ് മഹീൻ പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ മഹീനെ അന്ന് വന്ന് അവർ അന്വേഷിച്ച് പോയപ്പം മഹീൻ തീവ്രവാദിയല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതോടുകൂടി നമ്മുടെ രാജ്യത്തെ NIA, അതായത് മോദിയല്ല, നമ്മൾ അവരെടുക്കണ്ട, നമ്മുടെ നാട്ടിലെ സംഘ തീവ്രവാദികൾ വിചാരിക്കുന്നത് സംഘികൾ ചാടറ കുരയ്ക്കിട എന്ന് പറയുമ്പോൾ കുരച്ച് വരുന്ന NIA, ED എന്നൊക്കെയാണ് സംഘികളുടെ വിചാരം. പക്ഷേ ആ കുരച്ച് വന്ന ഈ ടീംസിനൊക്കെ മഹീൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി അവിടെ ചായ ഒടിച്ച് പോയതാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. മഹീൻ തീവ്രവാദിയല്ല എന്ന് അന്ന് അവർക്ക് വ്യക്തമായിട്ടുണ്ട്. ഇപ്പോഴും അത് വ്യക്തമാകാത്ത ആരാണ്? കപട രാജ്യദ്രോഹികളായിട്ടുള്ള അല്ലെങ്കിൽ കപട രാജ്യസ്നേഹി എന്നും പറഞ്ഞ് നടക്കുന്ന സംഘ തീവ്രവാദി താളികൾക്ക് മാത്രമാണ് ഈ പ്രശ്നം നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം മഹീന് ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളുമില്ല, അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്ട്രിയുടെ സൈഡിൽ നിന്നോ ഈ പറഞ്ഞ ഒരു അന്വേഷണ ഏജൻസിയുടെ സൈഡിൽ നിന്നും മഹീൻ പെർഫെക്റ്റ് ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇത് കണ്ട് കുരു പൊട്ടിയിട്ടില്ല. അപ്പം മഹീൻ വീണ്ടും ആ പോസ്റ്റ് വീണ്ടും ഇട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഈ ഇൻസ്റ്റയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ താഴത്ത് വന്ന ഒരുപാട് സംഘക്കൂട്ടങ്ങളുടെ കമൻറ്റ് ഒരുപാടുണ്ട്. ഈ സംഘച്ചത്തിലെ പട്ടികൾ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറച്ചോട്ടെ കല്ലെറിയൊന്നും വേണ്ട, ഭ്രാന്ത് പിടിച്ച് എവിടെയെങ്കിലും ചത്ത് കിടന്ന് മലച്ചോളും, അത് നമ്മൾ ചിന്തിക്കേ വേണ്ട. ഇതിൻ്റെ താഴത്ത് വന്ന് രണ്ട് കമൻറ്റുകളാണ് ശ്രദ്ധിച്ചത്. 2 എച്ചിൽ വാഹനങ്ങളുടെ കമൻറ്റുകളുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ള കമൻറ്റുകൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒരു കമൻറ്റ് നമ്മൾ കാണുന്നത് ഇതാണ്. ആ കമൻറ്റ് റിയൽ പിങ്ക് യൂണിക്കോൺ. കുറേ പേർക്ക് മനസ്സിലായിണ്ടാവും ഇതാരാണ് എന്നുള്ളത്. ഇമാതിരി ഊളപ്പടം ഇട്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരാനാകും എന്നത് ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ഏതാ റിയൽ പിങ്ക് യൂണിക്കോണ്. ഞാൻ ഇനിയിപ്പോൾ രാജ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോസ്റ്റ് ഇട്ട് മരിക്കുന്ന ഏതോ വാണമാണെന്ന് വിചാരിച്ച് ഞാൻ അവരുടെ പ്രൊഫൈൽ അങ്ങ് ഓപ്പൺ ചെയ്തപ്പോഴാണ് സംഭവം കത്തിയത്. പോസ്റ്റൊന്നുമില്ല കേട്ടോ, സ്വാതന്ത്ര്യദിനായിട്ട് പോസ്റ്റുകളൊന്നുമില്ല. അതായത് ഒരു പ്രോ സൈനിസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള നമ്മുടെ ആരിപ്പൂവിൻ്റെ സ്വന്തം മലർവാടിയാണ് ഈ പറഞ്ഞിട്ടുള്ള റിയൽ പിങ്ക് യൂണിക്കോൺ. അപ്പോൾ ഇങ്ങനത്തെ മലർവാടികൾ വന്നിട്ടാണ് കമൻ്റ് ഇട്ടത് ആദ്യമായിട്ട് കണ്ടത്. അതായത് ഗസേൽ ജനോസൈഡ് ഇല്ല, ഗസേൽ മറ്റേ പഴംവെള്ളം കൊടുക്കുകയാണ്, ഗസേൽ അതാണ്, ഗസേൽ ഇതാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ജൂതന് അടിമപ്പെട്ട് ജീവിക്കേണ്ട ആളുകളാണ്, ജൂതൻ്റെ കാല് നക്കണം, ചന്തി വരെ നക്കണം എന്ന് വീഡിയോയിൽ വന്ന് വിളമ്പുന്ന ആരിപ്പിൻ്റെ കൂടെ വിളമ്പുന്ന ടീംസാണ് ഈ പറഞ്ഞ റിയൽ പിങ്ക് യൂണിക്കോൺ. അപ്പോൾ ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഒരു സ്വാതന്ത്ര്യത്തിനൊക്കെ അല്ലേ, അറ്റ്ലീസ്റ്റ് ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എങ്കിലും ഇട്ടെന്ന് വിചാരിച്ചു. അതായത് മഹീൻ്റെ പോസ്റ്റിൻ്റെ താഴത്ത് ഇത്രയും വലിയ കമൻറ്റുകൾ ഇട്ട ടീംസ് പോസ്റ്റ് ഇട്ടിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു പോസ്റ്റും ഇല്ല. അവിടെ കുറേ മുസ്ലിങ്ങളെ കുറ്റം പറയണം, പടച്ചോനെ കുറ്റം പറയണം, നബീനെ കുറ്റം പറയണം, ആരിപ്പൂവിൻ്റെ കൂടെ ഒന്ന് സന്തോഷിച്ച് വിജൃംഭിച്ച് ജീവിക്കണം. ഇത്ര ചിന്താഗതിയുള്ള ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടത്. അല്ലാണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് രാജ്യത്തോടൊരു സ്നേഹമോ സംഘികളോടൊരു സ്നേഹമോ ഒന്നുമില്ല. കുറേ മതവിദ്വേഷം പറയണം, കൂട്ടത്തിൽ കിട്ടുന്ന പൈസ അങ്ങോട്ട് കിട്ടണം, അത് വെച്ച് അങ്ങോട്ട് നക്കി ജീവിക്കണം എന്ന ചിന്താഗതിയുള്ള ഒരാളാണ് ആദ്യത്തെ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. പിന്നെ എൻ്റെ മനസ്സിലോട്ട് അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ടുള്ള മറ്റൊരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത ശേഷം മാഹിൻ എൻ്റെ വസ്ത്രവും താടിയും കയ്യിലുള്ള തോക്കുമാണല്ലോ നിങ്ങളുടെ പ്രശ്നം. ആണല്ലോ. അതിട്ട പോസ്റ്റ് ആരാണ്? ഷാജി തജീസ്. എന്താണെങ്കിലും വേണ്ടില്ല, ഞാൻ ഈ പറഞ്ഞ ഷാജിദ അജീസിൻ്റെ
പ്രൊഫൈൽ ഓപ്പൺ ചെയ്തപ്പോഴാണ് വീണ്ടും ഇത് തന്നെ, അതായത് നമ്മുടെ പ്രോ എച്ചിലായിട്ടുള്ള, അതായത് പ്രോ സംഘവാണങ്ങളുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന എച്ചിൽ മുസ്ലിം എന്ന് പേര് വെച്ചിട്ട് നടക്കുന്ന മറ്റൊരു പ്രോയിനെയാണ് നമ്മൾ കണ്ടത്. പ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, അതായത് പ്രോ വേർഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. അപ്പം ഒരു പ്രോ എച്ചിൽ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രോ എച്ചിൽ എന്താട്ടത്, ഈ പറഞ്ഞ ഞാനും വിചാരിച്ചു പ്രോ എച്ചിലിൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ പോസ്റ്റിൽ എവിടെയെങ്കിലും ഒരു സ്വാതന്ത്ര്യദിന ആശംസകൾ ഉണ്ടാവും. ഒന്നുമില്ല. കുറേ മുസ്ലിം വിരോധം, കുറേ പടച്ചോനെ തെറി പറയണം, കുറേ എന്താ പറയുക നബിനെ തെറി പറയണം, കുറേ മുസ്ലിങ്ങളെ ചീത്ത പറയണം, എന്നിട്ട് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എനിക്ക് ഇവിടെ അലഞ്ഞു തിരി നടക്കണം എന്ന് ചിന്താഗതിയുള്ള മറ്റൊരു പ്രോ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഈ പ്രോ എച്ചിലുകളാണ് ഈ പോസ്റ്റിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ 2 എച്ചിലുകൾക്കും അല്ലെങ്കിൽ മഹീൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല, അതൊക്കെ മഹീൻ വളരെ ഡീസൻ്റ് ആയിട്ടാണ് മറുപടി കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവറ്റകളെ വിചാരം ഈ താലിബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ തീവ്രവാദ രാജ്യമാണെന്നാണ്. ഈ അഫ്ഗാനിസ്ഥാനൊക്കെ അമേരിക്ക അവിടെ വന്നിട്ട് ഈ ബിൻ ലാദൻ്റെ പേരും പറഞ്ഞിട്ട് അവിടെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ജൂത ലോബിയുടെ പൈസ വെച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തീവ്രവാദ സംഘടനകൾ വെച്ച് നശിപ്പിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് താലിബാൻ. അല്ലെങ്കിൽ താലിബാൻ അല്ല, അവിടുത്തെ ഭരണം അഫ്ഗാനിസ്ഥാൻ. ആ അഫ്ഗാനിസ്ഥാൻ അമേരിക്കൻ ഈ പറഞ്ഞ ജൂതന്മാരും അവിടുത്തെ കിട്ടാനുള്ളതൊക്കെ കിട്ടി, അവർ കെട്ടി പോയതിനു ശേഷം അവിടെ വന്നിട്ടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന് അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടി വന്നിട്ടുള്ള ഭരണമാണ് ഈ പറഞ്ഞ താലിബാനൊക്കെ. പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അവിടുത്തെ മുസ്ലിം സ്ത്രീകൾ, പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസം, അവരുടെ സ്വാതന്ത്ര്യം എല്ലാം ബുദ്ധിമുട്ടാണ്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ഒരാൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാജ്യദ്രോഹിയോ അല്ലെങ്കിൽ തീവ്രവാദിയോ ആകാൻ പോകുന്നില്ല. അത് NIAക്കും നമ്മുടെ രാജ്യത്തെ എക്സ്റ്റേണൽ മിനിസ്ട്രി അഫയേഴ്സിനൊക്കെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബോധ്യപ്പെടാത്തത് നമ്മുടെ പ്രോ എച്ചിലുകൾക്കും പ്രോ സംഘവാണങ്ങൾക്കും മാത്രമാണ്. അതുകൊണ്ടാണ് മഹീൻ്റെ പോസ്റ്റിൻ്റെ താഴത്ത് അല്ലെങ്കിൽ മഹീനെ ഇത്ര അധികം വിദ്വേഷ പരാമർശങ്ങൾ ഇങ്ങനെ വളി വിട്ടുകൊണ്ടിരിക്കുന്ന ടീംസ്. ഇനി ഒന്നും പോട്ടെ, ഈ കഴിഞ്ഞ 2025 താലിബാൻ്റെ മിനിസ്റ്റേഴ്സിനെ ഇന്ത്യ അങ്ങോട്ട് സ്വാഗതം ചെയ്തിട്ട് ഇവിടെ വന്നത്. അതായത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ താലിബാൻ എംബസി ഉണ്ട്, അതായത് അഫ്ഗാനിസ്ഥാൻ, താലിബാൻ അവിടുത്തെ ഭരണമെങ്കിലും അഫ്ഗാനിസ്ഥാൻ എംബസി ഉണ്ട്, അവിടെ കോൺസുലേറ്റ്സ് ഉണ്ട്, ഇവിടെ ഹൈദരാബാദിലും മുംബൈയിലും. ഇപ്പോഴും അത് ഓപ്പൺ ആണ്, നിങ്ങളത് ചിന്തിക്കണം. ഇന്ത്യൻ കോൺസുലേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി അഫ്ഗാനിസ്ഥാനിൽ ക്ലോസ് ചെയ്ത് പോയതാണ്. ഒരു വട്ടം ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തു, വീണ്ടും ക്ലോസ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്തു. ഇപ്പോൾ 2025 വീണ്ടും അത് പ്രവർത്തനമായിട്ടുണ്ട്. ഈ ഒരു മിനിസ്റ്റേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ച, അല്ലെങ്കിൽ അവരിവിടെ വന്നിട്ട് ഈ കാര്യങ്ങൾ, അതായത് നീ പറയുന്ന തീവ്രവാദ രാജ്യത്തെ മന്ത്രിമാരെവിടെ വിളിച്ച്, തീവ്രവാദികളെന്ന് നിങ്ങൾ പറയുന്ന മന്ത്രിമാരെവിടെ വിളിച്ചിട്ട് ഇന്ത്യ ഒരു നല്ല ബന്ധം അവരുമായിട്ട് കീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന വലിയൊരു ത്രെട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ സൗഹൃദം നമുക്ക് എപ്പോഴും ആവശ്യമാണ്, അവർക്ക് നമ്മുടെ സൗഹൃദം ആവശ്യമാണ്. എന്താ അവരെപ്പോഴും പാകിസ്ഥാനുമായിട്ട് അടിയാണ്. ഈ ബേസിക് ജിയോ പൊളിറ്റിക്സ് എന്താന്ന് പോലും അറിയാണ്ട് ഇവിടെ കിടന്ന് ഛർദ്ദിക്കുന്ന മലസംഖ്യകളെ, ആ ഛർദ്ദി നിങ്ങൾ തന്നെ നിൻ്റെയൊക്കെ അണ്ണാക്കിലോട്ട് കോരിയിട്ടിട്ട് ഓടിക്കോണം പുറത്തോട്ട്, കേട്ടല്ലോ. ഈ എച്ചിൽ പ്രോ നായിൻ്റെ മക്കളുണ്ടല്ലോ, അവരൊന്നും കൂടെ പറയുന്നത്, നിനക്കൊക്കെ ഈ രാജ്യത്തെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും തമ്മിൽ അടുപ്പിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് നക്കി നീയൊക്കെ എവിടെയെങ്കിലും കിടന്ന് ചത്ത് മലയ്ക്കുള്ളൂ. ആ സമയം വരെ നിനക്കൊക്കെ ജീവിച്ചാൽ മതി. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഇപ്പോഴും മുമ്പും നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ജീവിച്ചിട്ടുണ്ട്, മറ്റു മതങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അവർക്ക് ഇനിയും അതുപോലെ മുന്നോട്ട് ജീവിച്ചു പോകണം. അതിന് നിന്നെ പോലത്തെ നായിൻ്റെ മക്കൾ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാണ്ടിരിക്കണം, അല്ലെങ്കിൽ ചെറ്റത്തരം പറയാണ്ടിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വെടിവാണങ്ങളെ നമ്മുടെ രാജ്യത്ത് വേണോ എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.